തൊണ്ടി മുതലും ദൃക്സാക്ഷിയും, ദ സ്റ്റോളൻ ഒബ്ജക്റ്റ് ആൻഡ് ദ വിറ്റ്നസ് ഈസ് 2017 മലയാളം ലാംഗ്വേജ് ക്രൈം ഡ്രാമ ഡയറക്റ്റഡ് ബൈ ദിലീഷ് പോത്തൻ ആൻഡ് റിട്ടൺ ബൈ സജീവ് പായൂർ. അതായത് തൊണ്ടി മുതലും ദൃക്സാക്ഷ്യം എന്നത് 2017 മലയാളം ക്രൈം ഡ്രാമ, ഒരു ക്രൈം മൂവി എന്നൊക്കെ പറയല്ലോ, ഒരു കുറ്റം തെളിയിക്കുന്നത് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയാണ്. സംവിധാനം ചെയ്ത ദിലീഷ് പോത്തനാണ്. പിന്നെ തിരക്കഥ എഴുതിയത് സജീവ് പായൂരാണ്. ദ ഫിലിം സ്റ്റാർസ്, ആ സിനിമയിൽ നടന്മാരായിട്ടുള്ളത് ഫഹദ് ഫാസിലുണ്ട്, സുരാജ് വെഞ്ഞാറമ്മൂട്, നിമിഷ സജയൻ, ആൻഡ് ഈസ് സെലിബ്രേറ്റഡ് ഫോർ ഇറ്റ്സ് റിയലിസ്റ്റിക് പോർട്രയൽ ഓഫ് മൊറാലിറ്റി. ആ സിനിമ ആഘോഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെടുന്നു അതിൻ്റെ ഒരു ധാർമ്മികത അല്ലെങ്കിൽ ഒരു നീതിബോധം, സത്യസന്ധത, അതിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള ഒരു ആവിഷ്കാരത്തിന് ആ സിനിമ ആഘോഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതാണ് അതായത് സിനിമയിലൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന സാധനം. മൊറാലിറ്റി, അതേപോലെ കറപ്ഷൻ, അഴിമതി ആൻഡ് ഹ്യൂമാനിറ്റി വിത്തിൻ ദ ഇന്ത്യൻ പോലീസ് സിസ്റ്റത്തിലുള്ള മാനവികത, അതൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് ചിത്രീകരിക്കുന്നതാണ് ഈ സിനിമയിലൊരു ഹൈലൈറ്റായിട്ട് പറയപ്പെടുന്നത്. സ്റ്റോറി സമ്മറി. ദ ഫിലിം ഫോളോസ് ശ്രീജ, നിമിഷ സജയൻ ആൻഡ് പ്രസാദ്, സുരാജ് വെഞ്ഞാറമ്മൂട്. ഈ കഥ പോകുന്നത് എങ്ങനെയാണ്? നിമിഷയും പിന്നെ സുരാജ് വെഞ്ഞാറമ്മൂടും ആൻഡ് ഇൻ്റർകാസ്റ്റ് കപ്പിൾ ഫ്രം ചേർത്തലയിൽ നിന്നുള്ള വ്യത്യസ്ത മതങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ച 2 കപ്പിൾസാണ്, ദമ്പതികളാണ്. ഹു റീലൊക്കേറ്റ് ടു കാസർഗോഡ്, അവർ കാസർഗോട്ടേക്ക് മാറി താമസിക്കാൻ വേണ്ടി പോവാണ്, കാസർഗോട്ടേക്ക് മാറുകയാണ്. ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്, പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഡ്യൂറിങ് എ ബസ് ജേണി, ഒരു ബസ് യാത്രയിൽ ശ്രീജാസ് ഗോൾഡ് മാരേജ് ചെയിൻ, ശ്രീജയുടെ താലിമാല, സ്വർണ്ണ വിവാഹ താലിമാല അല്ല വിവാഹ ചെയിൻ, ഈ സ്റ്റോളൻ, അത് മോഷ്ടിക്കപ്പെടുന്നു. ബൈ എ പെറ്റി തീഫ്, ഒരു നിസ്സാര കള്ളൻ, ഒരു ലോ ക്ലാസ് കള്ളൻ കാരണത്താൽ. ഫഹദ് ഫാസിൽ, ഹു സാലോസ് ഇറ്റ് വെൻ കോട്ട്, അദ്ദേഹം പിടിക്കപ്പെട്ട സമയത്ത് അത് വീങ്ങുന്നു. ദ പാസഞ്ചേഴ്സ് ഹാൻഡ് ഹിം ഓവർ ടു ദ ലോക്കൽ പോലീസ്, അങ്ങനെ യാത്രക്കാരൊക്കെ ഫഹദിനെ ലോക്കൽ പോലീസിന് കൈമാറുന്നു. ആൻഡ് മച്ച് ഓഫ് ദ സ്റ്റോറി അൺഫോൾഡ്സ് വിത്തിൻ ദ പോലീസ് സ്റ്റേഷൻ, കഥയിലെ നല്ലൊരു ഭാഗവും പിന്നെ തുറന്നു കാണപ്പെടുന്നത് പോലീസ് സ്റ്റേഷനകത്താണ്. ഡെപ്പിക്റ്റിംഗ് ദ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ദ കപ്പിൾ, ആ കപ്പിൾസ് തമ്മിലുള്ള സംസാരങ്ങളൊക്കെ ചിത്രീകരിക്കുന്നു. ദ തീഫ്, കള്ളൻ ആൻഡ് ദ ഓഫീസേഴ്സ്, ഇവരൊക്കെ തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് സിനിമേൻ്റെ കാര്യപ്പെട്ട ഭാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. വെൻ എക്സ്റേ റിസൾട്ട്സ് കൺഫേം ദാറ്റ് ചെയിൻ ഈസ് ഇൻ ഹിസ് സ്റ്റൊമക്ക്, അപ്പോൾ അതിൻ്റെ വയറ്റിൽ ചെയിൻ ഉണ്ട് എന്ന് എക്സ്റേ എടുത്തപ്പോൾ മനസ്സിലാവുന്നു. ആ സമയത്ത് ദ പോലീസ് അറ്റംപ്റ്റ് ടു മേക്ക് ഹിം എക്സ്പെൽ ഇറ്റ്, പോലീസ് എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ വയറ്റിൽ നിന്ന് അത് പുറത്തെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. ബട്ട് ദ ചെയിൻ ലാറ്റർ ഡിസപ്പിയേഴ്സ്, പെട്ടെന്ന് ആ ചെയിൻ അപ്രത്യക്ഷമാവുകയാണ്. ലീഡിങ് ടു കൺഫ്യൂഷൻ, അങ്ങനെ ഒരു മൊത്തത്തിലൊരു ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുന്നു. ആൻഡ് മോറൽ ഡിലമ്മ, അതേപോലെ തന്നെ ധർമ്മസങ്കടത്തിലേക്കൊക്കെ നയിക്കുന്നു. മോറൽ ഡിലമ്മ എന്ന് പറഞ്ഞാൽ ഒരാളെ കയ്യിലൊരു ചെയ്യുമ്പോൾ ചെയ്യുന്നതിൽ ശരിയുമുണ്ട് തെറ്റുമുണ്ട്, അപ്പോൾ ഏത് ചൂസ് ചെയ്യണമെന്ന് പറ്റാത്തൊരവസ്ഥയാണ്. ഉദാഹരണമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് കള്ളനെങ്കിൽ ആ ഫ്രണ്ടിനോടുള്ള ഒരു ആത്മാർത്ഥത ഒരു ഭാഗത്ത് മനസ്സിലും, അതേസമയം ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ളവർക്ക് അവനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള, അങ്ങനെ 2 ഡിലമ്മകൾ, 2 ചോയ്സുകൾ വരുന്നതിനെ ഡിലമ്മ എന്നറിയാം. മോറൽ ഡിലമ്മ പറഞ്ഞാൽ ഒറ്റവാക്കിൽ ധർമ്മസങ്കടം. അപ്പോൾ ഈ മാല പെട്ടെന്ന് കാണാണ്ടൊക്കെ ആകുമ്പോൾ വലിയ ധർമ്മസങ്കടത്തിലൊക്കെ ആവുന്നുണ്ട്. ആസ് ഇൻറ്റേർണൽ കറപ്ഷൻ സർഫേസസ്, ഒരു പക്ഷേ പോലീസ് സ്റ്റേഷനുള്ളിൽ തന്നെ എന്തെങ്കിലും അഴിമതിക്കുള്ള ശ്രമങ്ങൾ ഉണ്ടാവാം. ആൻ ഓഫീസർ റീപ്ലേസസ് ദ ചെയിൻ ടു ഫാൾസിഫൈ ദ റെക്കോർഡ്, ആ കേസ് അല്ലെങ്കിൽ ആ രേഖ, കേസ് വഴിതിരിച്ചു വിടാനായിട്ട് അല്ലെ കേസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മാല എന്താക്കുന്നു, ഒരു പോലീസ് ഓഫീസർ മാറ്റി വെക്കുന്നു, വേറെ മാല വെക്കുന്നു, റീപ്ലേസ് ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി അവസാനം ശ്രീജ ആൻഡ് പ്രസാദ് ചൂസ് ഓണസ്റ്റി ഓവർ കൺവീനിയൻസ്, അവസാനം ഈ ശ്രീജയും പ്രസാദും സുരാജും ആ വൈഫും എന്ത് ചെയ്യുന്നു, അവർ സത്യസന്ധത പ്രിഫർ ചെയ്യാണ്. അവരുടെ താൽക്കാലികമായൊരു കൺവീനിയൻസിന് പകരം
ആ ഒരു ഡിസോണസ്റ്റ് കൊണ്ടുള്ള ആ ഒരു സംഗതിക്ക് പകരം അവരെന്താക്കുകയാണ്, സത്യസന്ധത ചൂസ് ചെയ്യാണ്. എക്സ്പോസിങ് ദ ഡിസീറ്റ് ആൻഡ് റിക്കവറിങ് ദെയർ ഒറിജിനൽ ചെയിൻ ഫ്രം വേർ ദ തീഫ് സെറ്റ് ഹി ഫെൽറ്റ് ഇറ്റ്. അതായത് ആ ഒരു ചതി ഉണ്ടല്ലോ, മീൻസ് ആ ഒരു വഞ്ചന അവരെ എക്സ്പോസ് ചെയ്യുക. ആളുകൾ പറഞ്ഞുണ്ടാക്കി കുറച്ച് സംഗതി ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്, അതൊക്കെ അവരെ എക്സ്പോസ് ചെയ്യാണ്. ആ മൂവി കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഞാൻ മൂവി ഫുള്ള് കണ്ടിട്ടില്ല, ഒരു പാർട്ടേ കണ്ടിട്ടുള്ളൂ. എക്സ്പോസിങ് ദ ഡിസീറ്റ് ആൻഡ് റിക്കവറിങ് ദെയർ ഒറിജിനൽ ചെയിൻ ഫ്രം വേർ ദ തീഫ് സെറ്റ് ഹി ലെഫ്റ്റ് ഇറ്റ്. അങ്ങനെ കള്ളൻ്റെ അടുത്തുനിന്ന് ആ ഒറിജിനൽ മാല ഇവർ കരസ്ഥമാക്കുകയാണ്, എവിടെയാണോ ആ കള്ളൻ അത് ഉപേക്ഷിച്ചത്. ദ ഫിലിം ക്ലോസസ്, ഈ ഫിലിം അവസാനിപ്പിക്കുന്നു വിത്ത് റീകൺസൈലേഷൻ. ദ തീഫ് താങ്ക്സ് ശ്രീജ ഇൻ എ നോട്ട്. പരസ്പരം ഒരു യോജിപ്പിൽ ഈ സിനിമ അവസാനിപ്പിക്കുകയാണ്. അവസാനം എന്താക്കുന്നുണ്ട്, കള്ളൻ ശ്രീജയ്ക്ക് എന്താക്കുന്നുണ്ട്, ഒരു നന്ദി എഴുതുന്നുണ്ട്. ദ കപ്പിൾ ബിഗിൻസ് എ ന്യൂ ചാപ്റ്റർ. അങ്ങനെ ഇവർ പുതിയൊരു അധ്യായം തുടങ്ങുകയാണ് ഇൻ ലൈഫ്, അവരുടെ ജീവിതത്തിൽ. ആസ് ദെയർ ബോർവെൽ ഈഡ്സ് വാട്ടർ, അവരുടെ എന്താ മലയാളത്തിൽ പറയല്ലേ, എൻ്റെ മാവും പൂക്കും. ബോർവെൽ എന്ന് പറഞ്ഞാൽ കുഴൽക്കിണർ, അവരുടെ കുഴൽക്കിണറിൽ എന്താ വേണേ, വെള്ളം കാണുകയാണ്. സിംബിളൈസിങ് റിന്യൂവൽ, അതൊരു പുതിയ തുടക്കത്തെ പ്രതീകവൽക്കരിച്ചുകൊണ്ട്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം.